എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കാണാം. ലൈക്കിനോടൊപ്പം തന്നെ ഹൈപ്പ് ബട്ടൺ കൂടി അമർത്താൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. ഒട്ടും സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ പ്രസൻറ്റേഷൻ തയ്യാറാക്കിയിട്ടുള്ളത് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ചരിത്രവും അതുപോലെ തന്നെ പശ്ചാത്തലവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആദ്യമായിട്ട് ആചരിക്കുന്നത്. ഇവിടെ 1974 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് മാറ്റുക. 1973 പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം. അതെല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആവുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ മാറ്റുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ പ്രമേയം എന്ന് പറയുന്നത് ഒരേ ഒരു ഭൂമി, ഓൺലി വൺ എർത്ത് എന്നതായിരുന്നു ആദ്യത്തെ സന്ദേശം. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിലെ തീരുമാനമാണ് പരിസ്ഥിതി ദിനം ജൂൺ 5 ആചരിക്കാനുള്ള ഒരു തീരുമാനം വന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യം സെറ്റായെന്ന് കരുതുന്നു. ഇത്രയും കാര്യം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ചോദ്യം നമുക്ക് പരിചയപ്പെടാം. 2024, 2025, 2026 പ്രമേയം എന്തായാലും നിങ്ങളുടെ ക്വിസ് മത്സരത്തിന് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ പഠിക്കാം. 2024 പ്രമേയം എന്ന് പറയുന്നത് ലാൻഡ് റീസ്റ്റോറേഷൻ, ഡീസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. ഇതാണ്. അന്നത്തെ ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യ ആയിരുന്നു എന്നുകൂടി മനസ്സിലാക്കാം. നന്നായിട്ട് പഠിക്കുക, ഉറപ്പായിട്ട് വരുന്ന ചോദ്യമാണ്. അടുത്തത് 2025 പരിസ്ഥിതി ദിന പ്രമേയം എന്ന് പറയുന്നത് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ്. അന്ന് ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് ദക്ഷിണ കൊറിയ ആണെന്ന് കൂടി പഠിച്ചു വെക്കുക. മാർക്ക് എന്തായാലും കിട്ടുന്ന ഭാഗമാണ്. അടുത്തത് ഈ വർഷം 2026 പരിസ്ഥിതി ദിന പ്രമേയം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്നതാണ്. ഈ വർഷത്തെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അസർബൈജാനാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു 3 വർഷങ്ങളിലെ പ്രമേയവും അതുമായി ബന്ധപ്പെട്ട് ആതിഥേയത്വം വഹിച്ച രാജ്യവും നിർബന്ധമായിട്ടും ക്വിസ് മത്സരത്തിന് പോകുന്നതിന് മുമ്പ് മക്കൾ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തത് ഭാരതത്തിലെ പരിസ്ഥിതി നായകന്മാരെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതും എല്ലാ ക്വിസ് മത്സരത്തിനും നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മളിവിടെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രൊഫസർ R. മിശ്രയാണ്. പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ്, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്ന് ചോദിച്ചാൽ അത് മേധാ പട്കറാണ്. സുനിത നാരായണൻ പ്രശസ്തമായത് ഡൗൺ ടു എർത്ത് മാസികയുടെ പത്രാധിപരായ പ്രമുഖ മലയാളി വനിത എന്ന പേരിലാണ്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കല്ലേം പൊക്കടൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അടുത്തത് അന്താരാഷ്ട്ര ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിശബ്ദ വസന്തത്തെ പറ്റി എന്തായാലും പഠിച്ചു വെക്കണം. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിൽ തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകമാണ് കീടനാശിനികളുടെ ദൂഷ്യ വശങ്ങളെപ്പറ്റി. ഇത് ലോകത്തെ ബോധവാന്മാരാക്കിയെന്ന് കൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന് പറയുന്നത് മരം മുറിക്കുന്നതിനെതിരെ റെഡ് വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ താമസിച്ച വിപ്ലവകാരിയാണ് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന് പഠിച്ചു വെക്കാം. ക്വിസ് മത്സരത്തിന് വരുന്ന ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ജൈവ വൈവിധ്യം ഭാരതത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് സങ്കേതം, മഹാരാഷ്ട്ര. ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം നാഗാർജുന സാഗർ ടൈഗർ റിസർവ്, ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ, സുന്ദർബൻസ് മേഖല. ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന്, കേരളം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ പച്ചപ്പും അതിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം.
കേരളത്തിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. സംരക്ഷണത്തിനായി മൃണാളിനി സാരാഭായി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നൃത്തത്തിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. വരയാടുകൾ ഇരവിക്കുളം ദേശീയോദ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം കൂടിയാണ് ഇരവികുളം എന്ന് മനസ്സിലാക്കി വെക്കാം. വനവിസ്തൃതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കുറവുള്ളത് ആലപ്പുഴ എന്നും മനസ്സിലാക്കി വെക്കാം. അടുത്തത് പരിസ്ഥിതി സംഘടനകളെ പറ്റി പഠിക്കാം. ആഗോള സംഘടനകൾ എന്ന വിഭാഗത്തിൽ UNEP എന്തായാലും പഠിച്ചു വെക്കണം. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയാണ് UNEP. ആസ്ഥാനം നെയ്റോബി, കെനിയയിൽ സ്ഥിതി ചെയ്യുന്നു. WWFക്കും ഭീമൻ പാണ്ഡെയാണ് വേൾഡ് വൈഡ് ഫണ്ട് എന്ന ചിഹ്നമായിട്ട് വരുന്നത്. ഗ്രീൻ പീസ് എന്ന് പറയുന്നത് പരിസ്ഥിതി കമാൻഡോകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്നത് ഗ്രീൻ പീസ് ആണ് എന്ന് കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. അടുത്തത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട വർഷങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അതും ഈ ഒരു വർഷങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ കൂടി ശ്രദ്ധിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോക തണ്ണീർത്തട ദിനമാണ്. അപ്പോൾ ഫെബ്രുവരി 2-നാണ്. ലോക വനദിനമായിട്ട് നാം ആചരിക്കുന്നത് മാർച്ച് 21-നാണ്. ലോക ജലദിനം മാർച്ച് 22-നാണ്. ഭൗമദിനമായിട്ട് നാം ആചരിക്കുന്നത് ഏപ്രിൽ 22-നാണ്. ഓസോൺ ദിനം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സെപ്റ്റംബർ 16-നാണ്. ഈ 5 ദിനങ്ങളും അവയുടെ മാസങ്ങളും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. അപ്പോൾ നിങ്ങളോട് വീണ്ടും വീണ്ടും ഉറപ്പായ ചോദ്യോത്തരങ്ങളാണ് പഠിച്ചോളൂ എന്ന് പറയുന്നത്. അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ആയതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുമെന്ന് കരുതുന്നു. അടുത്തത് വനവിസ്തൃതി നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ളത് മധ്യപ്രദേശാണ്. ഏറ്റവും കുറവുള്ളത് ഹരിയാനയാണ്. ഇന്ത്യയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇനി കേരളത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് ഇടുക്കി ജില്ലയാണ്. ഏറ്റവും കുറവുള്ളത് ആലപ്പുഴയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഇടുക്കിയുമാണെന്ന് മനസ്സിലാക്കാം. അടുത്തത്, നമ്മൾ ഈ ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടിക അറിയപ്പെടുന്നത് ഏതു പേരിലാണെന്ന് ചോദിക്കാം. അതിനുള്ള ആൻസറാണ് റെഡ് ഡാറ്റ ബുക്ക്. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിക്കാം. WG റോസൺ ആണ്. പെൺകുട്ടി ജനിക്കുമ്പോൾ വൃക്ഷത്തൈകൾ നടുന്ന ഒരു ഗ്രാമമുണ്ട്. ഗ്രാമം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കാം. ഉത്തരം രാജസ്ഥാനിലെ പിപ്പലാന്ത്രിയിൽ. വന്യജീവി സംരക്ഷണത്തിന് ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആരാണ് എന്ന് ചോദിക്കാം. ഉത്തരമായിട്ട് വരുന്നത് അശോക ചക്രവർത്തി. അപ്പോൾ കൂട്ടുകാരെ, ഇതോടുകൂടി നമ്മുടെ വീഡിയോയുടെ അവസാനിച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോയിലെ ചോദ്യോത്തരങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിക്കുക, ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വെക്കുക. അതിനുശേഷം മാത്രം മറ്റ് ചോദ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക, പോവുക. ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കുക. ഇതിലെന്തായാലും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വിസ് മത്സരത്തിന് ഇന്നുണ്ടാകും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ക്വിസ് മത്സരമൊക്കെ നന്നായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കട്ടെ എന്നുകൂടി ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല വിജയാശംസകൾ അറിയിക്കുകയാണ്. ഈ നിമിഷത്തിൽ ക്വിസ് മത്സരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ക്വിസ് മത്സരം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം കൂടി എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ നമ്മളെ പ്രചോദനം ആക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടതിന് നന്ദി.